മാർവൽ ഈസ് ബാക്ക് എന്ന് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്ന ഒരു സിനിമയാണ് തണ്ടർബോൾട്ട്. സത്യം പറയുകയാണെങ്കിൽ ഒരു പ്രതീക്ഷയില്ലാതെയാണ് തണ്ടർബോൾട്ട് കാണാൻ പോയത്. കാര്യം ഇന്ന് തന്നെയാണ് റെട്ടോ ഇറങ്ങുന്നത്. അതിന് വലിയ പ്രതീക്ഷയോടെ പോയി ഫുൾ നിരാശയായിരുന്നു. അത് കഴിഞ്ഞ് വൈകിട്ട് തണ്ടർബോൾട്ടിന് കയറിയപ്പോൾ ആ വിഷമെല്ലാം തീർന്നു. സംഭവം നമ്മളൊരു നോർമൽ ടിപ്പിക്കൽ ഇറങ്ങുന്ന ഒരു മാർവൽ മൂവി എന്ന രീതിയിലായിരിക്കും നമ്മൾ എല്ലാവരും തണ്ടർബോൾട്ടിന് പോയിട്ടുണ്ടാവുക. ട്രെയിലറിലും അത്ര ഇതാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ കണ്ടപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ മാർവൽ മൂവിയെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് ഫാർ 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 ബെറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് അത്ര വലിയ എക്സ്ട്രാ ഓർഡിനറി ഒന്നും അല്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അവഞ്ചേഴ്സും നോവേ ഹോമും ഒക്കെ ഇറക്കി ബാർസ് അങ്ങ് ഹൈയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് മാത്രം ഇത് ഒരു എബോവ് ആവറേജ് ഫിലിം എന്ന് പറയാൻ പറ്റും നമുക്ക്. 2021 നോവേ ഹോം ഇറങ്ങിയത്. അന്നാണ് ലാസ്റ്റ് ആയിട്ട് ഒരു മാർവൽ മൂവി ഇറങ്ങി നമ്മൾ ഇത്രയും സന്തോഷത്തോടെ പുറത്തിറങ്ങുന്നത്. അപ്പോഴും പറയാണ് അതുമായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ വേണ്ടി അത്രയും വലിയ മൂവിയൊന്നും അല്ല, ഒരു സിമ്പിൾ ടെംപ്ലേറ്റ് സാധനം തന്നെയാണ്. പക്ഷെ നിങ്ങൾക്ക് കഴിഞ്ഞൊരു 3-4 വർഷമായിട്ട് മാർവൽ ഇറക്കുന്ന രീതി കണ്ടാ അറിയാം. വെറുതെ ചവറ് പോലെ അവിടെ നിന്ന് ഇവിടുന്ന് ഓരോ ക്യാരക്ടറും സ്റ്റോറിയും കൊണ്ടിട്ട് ചവറ് പോലെ ഒരു ആവശ്യവും ഇല്ലാതെ ഇങ്ങനെ വെറുതെ സിനിമയും സീരീസ് ഒക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവരിപ്പോ മറ്റേ കാങ് ഡൈനാസ്റ്റി സ്റ്റോപ്പ് ചെയ്തിട്ട് മൊത്തം ഒന്ന് റീസ്ട്രക്ചർ ചെയ്യാനുള്ള ശ്രമത്തിലാണ്. അതിന്റെ ഒരു പ്രൂഫാണ് ഈ ഒരു സിനിമ നമുക്ക് പറയാം. കാര്യം നമുക്ക് പണ്ട് മാർവൽ തുടങ്ങി 2008 സമയത്ത് മാർവൽ തുടങ്ങി ഇതുപോലെ ചെറിയ ചെറിയ സിനിമകൾ ഇങ്ങനെ കണക്ട് ചെയ്താണ് തുടങ്ങി. അതേ ഒരു രീതിയിൽ കാര്യം ഈ ഒരു തണ്ടർബോൾട്ട് എന്നത് കഴിഞ്ഞ സിനിമയായ ക്യാപ്റ്റൻ അമേരിക്ക ന്യൂ ബ്രേവ് വേൾഡുമായിട്ട് കണക്ഷൻ ഉണ്ട്. ഇനി അടുത്തിറങ്ങാൻ പോകുന്ന സിനിമയായിട്ട് കണക്ഷൻ ഉണ്ട്. എല്ലാം ഒരു പ്രോപ്പർ സ്ട്രക്ചർ ചെയ്താണ് ഒരു സ്റ്റോറി സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിന്റെ കൂടെ ഈ മൂവിയും കറക്റ്റ് സെറ്റായി ഇറക്കിയപ്പോൾ നമുക്ക് പറയാൻ പറ്റും മാർവൽ ഈസ് ബാക്ക് ഓൺ ട്രാക്ക്. തണ്ടർബോൾട്ട് എന്നത് ഒരു ടിപ്പിക്കൽ മാർവൽ സൂപ്പർ ഹീറോ മൂവി തന്നെയാണ്. പക്ഷെ കുറച്ചു കാലം മുന്നേ ഇറങ്ങിക്കൊണ്ടിരുന്ന മാർവൽ സിനിമാസുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നല്ല വൃത്തിക്ക് എടുത്തിട്ടുണ്ട്. നല്ല എൻഗേജിങ് ആയ സ്ക്രീൻ പ്ലേ, ക്യാമറാസും വിഷ്വൽസും സ്റ്റൺസും എല്ലാം അടിപൊളി. ഓവർ CGI യൂസ് നമ്മളെ വെറുപ്പിക്കുന്ന അരോചകമായ ക്രിഞ്ച് കോമഡി സീൻസ് ഒന്നും ഇല്ല. അങ്ങനെ ലാഗ് ഇല്ല. ഒരു ചെറിയൊരു മാർവൽ മൂവി അല്ല, ഏകദേശം 2 മണിക്കൂറിന് കൂടുതലുള്ള ഒരു മാർവൽ മൂവിയാണ്. ഇങ്ങനെയുള്ള മാർവൽ മൂവീസിന് യൂഷ്വലി ഭയങ്കര ലാഗ് ആയിരിക്കും. വെറുതെ വലിച്ചഴിച്ച് ആദ്യം കുറെ സീനുകളാണ്, പിന്നെ പെട്ടെന്നൊരു വില്ലൻ വരും, അവനെ പെട്ടെന്ന് തട്ടിക്കളയും. അങ്ങനെയൊന്നുമില്ല. പ്രോപ്പർ എല്ലാവർക്കും അതിൻ്റെതായ സ്ക്രീൻ പ്രസൻസ് കൊടുത്തിട്ടുണ്ട്. സ്റ്റോറി തുടങ്ങി എങ്ങനെയാണ് ഇതിലോട്ട് എത്തുന്നത്, എങ്ങനെയാണ് ഇത് എൻഡ് ചെയ്യുന്നത്, എല്ലാം പക്കയാണ്. പിന്നെ നിങ്ങൾ കാണാൻ പോകുമ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക. സെൻട്രി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്. അതിനെപ്പറ്റി ഒന്ന് വായിച്ചിട്ട് പോവുക. കാര്യം ഇവർ ലാഗ് ആക്കാതിരിക്കാനാണെന്ന് തോന്നുന്നു. വലിയ ഇൻട്രൊഡക്ഷനോ ബാക്ക് സ്റ്റോറിയോ അല്ലെങ്കിൽ അവനെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുകയോ ഒന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് പക്ഷെ ഹാഫ് വേ ത്രൂ മനസ്സിലാവും എന്തൊക്കെയാണ് കാര്യം. പക്ഷെ വായിച്ചിട്ട് പോകുമ്പോൾ നമുക്ക് ആദ്യം തൊട്ട് ആ ഒരു ഫീല് കിട്ടും കേട്ടോ. അതൊരു പോയിന്റ് ആണ്. പിന്നെ എടുത്തു പറയേണ്ട എല്ലാ പേരും, കാസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ പേരും അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. കാര്യം ഞാൻ ഈ വിന്റർ സോൾജിയറും എലേനയും മറ്റേ റെഡ് ഗാർഡിയനും എല്ലാവരും ഒക്കെ വരുമ്പോൾ ഒരു വെറുപ്പിക്കുന്ന കോമഡി ചളി ഫിലിം ആവുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അങ്ങനെ ഒന്നുമല്ല. എല്ലാവർക്കും പ്രോപ്പർ സ്ക്രീൻ പ്രസൻസ് കൊടുത്തിട്ടുണ്ട്. കോമഡി, ആക്ഷൻ. നമ്മൾ എങ്ങനെയാണോ ഒരു നോർമൽ മാർവൽ മൂവി, അതല്ല നോർമൽ, അതായത് സ്റ്റോറി ബിൽഡ് ചെയ്യുന്ന ഒരു മാർവൽ മൂവി എങ്ങനെയാണോ വരേണ്ടത് ആഗ്രഹിക്കുന്നു, അതാണ് ഈ തണ്ടർബോൾട്ട്. സത്യത്തിൽ ഞാൻ ഇപ്പോൾ ഹാപ്പിയാണ്. ഞാൻ വലിയൊരു മാർവൽ ഫാൻ ആയിരുന്നു. കാര്യം കുറെ കാലമായിട്ട് അവരെല്ലാം ഞാൻ ഫോളോ ചെയ്യും. കഴിഞ്ഞ പക്ഷേ 1-2 വർഷമായിട്ട് ഞാൻ മാർവലി വിട്ടു പോയി എന്ന് വിചാരിച്ച്. പക്ഷെ ഇതോടെ തിരിച്ചു വന്നിട്ടുണ്ട്. കാര്യം ഈ ഒരു ഫേസ് അവർ പ്രോപ്പർ സ്റ്റോറി സെറ്റ് ചെയ്ത പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ തണ്ടർബോൾട്ടിൽ വരുന്നത് കൂടുതൽ TV സീരീസിൽ വന്ന ക്യാരക്ടേഴ്സ് ആണ്. അപ്പൊ അതൊക്കെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ എല്ലാം കറക്റ്റായി കണക്ട് ആവും. മാർവലിനെ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ മൂവി ശരിക്കും കണക്ട് ആവും. അതുപോലെ ഒരുപാട് സീൻസ് ഉണ്ട് കേട്ടോ. ഫൈറ്റ് സീൻസും കുറെ ഹൈ മൊമെന്റ്സും എല്ലാം അടിപൊളിയാണ്. പിന്നെ ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആണ്. നിങ്ങളൊരു മാർവൽ ഫാൻ ആണെങ്കിൽ തിയേറ്ററിൽ പോയി കാണുക, അടിപൊളിയാണ്. തണ്ടർബോൾട്ട് കൊണ്ട് അവർ ഉദ്ദേശിച്ചത് അടുത്ത കുറച്ച് ഫിലിംസിന് വേണ്ടി സെറ്റപ്പാണ് ഇവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. ടീം ബിൽഡപ്പ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളിപ്പോ TV സീരീസിൽ കണ്ട ആ ഒരു ഫേക്ക് ക്യാപ്റ്റൻ അമേരിക്കയും ആ ഒരു എല്ലാവരും ഈ അവിടെ ഇവിടെ ചെതറിക്കിടക്കുന്ന സൂയിസൈഡ് സ്ക്വാഡിലെ DCയുടെ സൂയിസൈഡ് സ്ക്വാഡ്, അതുപോലെ ഒരു ടീം ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു തണ്ടർബോൾട്ട് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് എവരെങ്ങനെ അടുത്ത മൂവിയിൽ കണക്ട് ആവും, ബാക്കി ഓൾറെഡി ചെയ്തു വെച്ചിട്ടുള്ള മൂവീസുമായിട്ടുള്ള കണക്ഷൻ എല്ലാം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഒന്നും നമ്മൾ അവിടെ വിട്ടു പോകുന്നില്ല. അതുപോലെ തന്നെ ഈ കാസ്റ്റ് ചെയ്തിരിക്കുന്ന എല്ലാവരും അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഇവർ തമ്മിലുള്ള ഒരു സിനർജിയും എല്ലാം അടിപൊളിയായിട്ട് ഫീൽ ചെയ്യും. ഒട്ടും തന്നെ ബോറടിപ്പിക്കാതെ എൻഗേജിങ് ആയിട്ട് പ്രോപ്പറായി സ്ട്രക്ചർ ചെയ്തിട്ടുള്ള ഒരു മാർവൽ മൂവിയാണ്. പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ മൂവീസിലും പണ്ടത്തെ അവഞ്ചേഴ്സ് മൂവീസിലും ഒക്കെ ഉള്ള ഒരുപാട് റെഫറൻസസ് ഉണ്ട്. പണ്ടത്തെ മറ്റേ സ്പൈഡർമാൻ ഹോം കമ്മിങ്ങിൽ 2017 ഇറങ്ങിയ സ്പൈഡർമാൻ ഹോം കമ്മിങ്ങിൽ വരുന്ന ഒരു സീന്, അതിന്റെ ഒരു ആൻസറിങ് ഇവിടെ ചെയ്യുന്നുണ്ട്. അതുപോലെ മാർവൽ തിരിച്ചു വരുന്നു എന്ന് നമുക്കൊരു വിശ്വാസം തരുന്ന ഒരു സിനിമ തന്നെയാണ്. എന്തായാലും ഒരു തല്ലിപ്പൊളി ബോംബ് മാർവൽ പടമാണെന്ന് വിചാരിച്ചാലും തിയേറ്ററിൽ പോയി കാണാതിരിക്കേണ്ട. എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പക്ഷെ ഒരുപാട് അത്ര ഹൈ ലെവലിൽ എക്സ്പെക്ട് ചെയ്യരുത്. നോവേ ഹോമും അവഞ്ചേഴ്സും പോലെ എക്സ്പെക്ട് ചെയ്ത് ഒരു മിഡ് ആവറേജ് മാർവൽ മൂവി എന്ന എക്സ്പെക്ടേഷനിൽ പോയാൽ മതി. അത് തന്നെയാണ് അവർ ഡെലിവർ ചെയ്യുന്നത്. ബട്ട്
ബട്ട് ഇറ്റ്സ് വർത്ത് ദ വാച്ച്. കൂടുതൽ സ്പോയിലേഴ്സ് ഒന്നും പറയുന്നില്ല, കാണേണ്ടവർ പോയി കണ്ടോ. അപ്പോൾ ഇതിന്റെ സ്പോയിലർ റിവ്യൂ വേണമെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണേ. അപ്പോൾ നിങ്ങൾ ഈ ഫിലിം തിയേറ്ററിൽ പോയി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയനും കമന്റ് ബോക്സിൽ അറിയിക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു.